ഹലോ എസ് കെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണ ദിനമാണ്. ആദ്യം തന്നെ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ നേരുന്നു. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ 5:30 ആയപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അലാറം വെച്ചിട്ട് എണീറ്റതാണ്. നല്ല ഉറക്കക്ഷീണമുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി താമസിച്ചാണ് ഉറങ്ങിയത്. അപ്പോഴും രാവിലെ എണീറ്റ പാടെ തന്നെ കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ രാത്രി ആട്ടി വെച്ച മാവൊക്കെ എടുത്തിട്ട് നമ്മൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് പച്ചമുളക് ഇഞ്ചിയൊന്നും ഇടാതെ തന്നെ ഒരു തട്ടിൽ കോരി ഒഴിച്ചിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പിലാണ് കേട്ടോ ഇഡലി വെക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതിനകത്തെല്ലാം പച്ചമുളക് ഇഞ്ചിയൊക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മയാണെങ്കിൽ സാമ്പാറിന് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇഞ്ചി വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിയലിനൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നേരത്ത് തന്നെ കണ്ണൻ ചാടി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കരച്ചിലായിരുന്നു. കുറച്ച് നേരം തോളിലിട്ട് കഴിഞ്ഞപ്പോഴത്തെ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഡലിയെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഏട്ടനെ വിളിച്ചിട്ട് കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഒരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് പോകുമായിരുന്നു കേട്ടോ. തുമ്പി ഞാനും ഏട്ടനും മോനുമായിട്ടാണ് പോയത്. അമ്പലത്തിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയാണ് കേട്ടോ തൊഴുതിറങ്ങിയത്. തൊഴുതിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത്തപ്പൂ കാണാനായിട്ട് പോയി. അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ വലിയൊരു അത്തപ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 ഇഡലിയൊക്കെ കഴിച്ചതിന് ശേഷം രാവിലത്തെ പാചകത്തിൻ്റെ പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ കഴുകി വെച്ചതിന് ശേഷം നേരെ റൂമിൽ പോയിട്ട് ഇന്നലെ ഒരു മൈലാഞ്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ഇടാമെന്ന് കരുതി അങ്ങനെ ഒരു താമരയുടെ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. തുമ്പിക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറില്ല, വല്ലപ്പോഴുമൊക്കെ തോന്നുമ്പോഴാണ് ഇടുന്നത്. അതിനുശേഷം പിന്നെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിതൃക്കൾക്ക് വിളമ്പി വെക്കാറുണ്ട്. നിങ്ങളെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാമിയും അച്ചും കിച്ചും ഒക്കെ ഇന്ന് ഇവിടെ സദ്യ ഉണ്ണാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർക്കുള്ള പിതൃക്കൾക്കുള്ള പങ്കുകളെല്ലാം വിളമ്പി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഫുഡ് കഴിക്കുന്ന നേരമായപ്പോഴത്തേക്കും കണ്ണൻ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നില്ല. തുമ്പിയാണെങ്കിൽ കൊച്ചച്ഛൻ്റെയൊക്കെ കൂടി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ എണീറ്റതിന് ശേഷം ഞങ്ങൾ അവനെയും വിളിച്ചിരുത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.